ഇറാനിലും അമേരിക്കയിലുമായിട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണത്? ഒരു പിടിയും കിട്ടുന്നില്ല. ഈ മധ്യ പൂർവ്വ ദേശങ്ങളിൽ അല്ലെങ്കിൽ ഗൾഫ് മേഖലകളിൽ ഒക്കെ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. എന്നാലും ഈ താല്പര്യങ്ങൾ സംരക്ഷിക്കുമ്പോൾ പലപ്പോഴും ആയുധമെടുത്തുകൊണ്ടാണ് ഇവരുടെ ഈ നിലപാട്. അതെപ്പോഴും വിജയിക്കണമെന്നില്ല. ഇറാൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച്. ഇറാൻ്റെ കാര്യത്തിൽ അവർക്ക് ആയുധപരമായിട്ട് ഇറാനെ കീഴടക്കാനായിട്ട് സാധിക്കും. പക്ഷേ സാമ്പത്തികമായിട്ട് അമേരിക്ക വലിയ തിരിച്ചടി നേരിടും. അപ്പോൾ അമേരിക്കക്ക് അത് പറ്റുമെന്ന് പറയുന്നതിൻ്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇറാൻ GDP-യിൽ വെറും 44ാമത്തെ റാങ്കിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ വെറും 44ാമത്തെ റാങ്കിൽ. നമ്മൾ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന അതിപ്പോൾ എത്ര താഴെയാണെന്ന് ഊഹിക്കാമല്ലോ. അമേരിക്ക 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഈ അമേരിക്കയുമായിട്ട് ഇറാന് എത്ര നാൾ യുദ്ധം ചെയ്യാൻ പറ്റും? ഇപ്പോൾ തന്നെ അവരുടെ അവസ്ഥ വളരെ മോശമാണ്, ഉപരോധങ്ങളെല്ലാം കൊണ്ട്. അപ്പോൾ അമേരിക്കയ്ക്കും അതറിയാം. പക്ഷേ ഇറാനുമായിട്ട് അമേരിക്ക ഒരു യുദ്ധം ഉണ്ടായാൽ അത് ആത്യന്തികമായിട്ട് ഗൾഫ് മേഖലയെ സംഘർഷഭരിതമാക്കിയാൽ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വലിയ തിരിച്ചടി, അത് വിദൂരമായ ഭാവിയിലേക്ക് നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ളത് ഉണ്ടാകും. അതുകൊണ്ടാണ് അമേരിക്ക ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. ഇപ്പോൾ ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവുമുണ്ട്. ആയുധ നിയന്ത്രണ കരാർ അമേരിക്കയും റഷ്യയും തമ്മിൽ ഉണ്ട് നേരത്തെ. ആ കരാർ പുതുക്കണം എന്ന രീതിയിലേക്ക് അമേരിക്ക ഇപ്പോൾ വന്നിട്ടുണ്ട്. കാരണം റഷ്യൻ താല്പര്യങ്ങൾ പതിയെ പതിയെ ഗൾഫ് മേഖലകളിൽ സജീവമാകുന്നുണ്ട്. ഗൾഫ് മേഖലയിലേക്ക് റഷ്യയെ വിളിച്ചു കൊണ്ടുവരുന്നതിന് തുല്യമാണ് ഇറാനുമായിട്ടുള്ള യുദ്ധം. ആക്ച്വലി റഷ്യക്ക് പലതും ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെങ്കിൽ പോലും ആയുധ സപ്ലൈയുടെ കാര്യത്തിൽ റഷ്യക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും, ചൈനയ്ക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും. അപ്പോൾ ആ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നത് അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. പിന്നെ അതുമാത്രമല്ല, അമേരിക്കൻ ആയുധങ്ങൾ കാലഹരണപ്പെട്ടതാണെന്നും അമേരിക്കൻ ആയുധങ്ങൾ വെച്ച് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയുധങ്ങൾ വെച്ച് യുദ്ധം ചെയ്യണമെങ്കിൽ വലിയ പണച്ചെലവുണ്ടെന്നും അമേരിക്കക്ക് അറിയാം. ഇപ്പോൾ മറുഡയെ പിടിച്ച് നമ്മൾ കണ്ടല്ലോ. അമേരിക്ക എന്താണ് ചെലവുന്നത്? അമേരിക്ക ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. ആ ഭീഷണിയിലാണ് മറുഡയെ കൊണ്ടുപോകുന്നത്. അല്ലാതെ അവിടെ കാര്യമായ ആയുധ വിന്യാസം ഉണ്ടായി, ആയുധ പ്രയോഗങ്ങളുണ്ടായില്ല. എന്നതുപോലെ അമേരിക്ക കുറേ നാളുകളായിട്ട് ഇറാനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇറാനാകട്ടെ അവരുടെ ഭരണകൂടത്തിൻ്റെ ആ ഒരു കരുത്ത്, അല്ലെങ്കിൽ അമേരിക്കയെ ചെകുത്താനായിട്ട് കരുതുന്ന അവരുടെ ഒരു വിശ്വാസം വെച്ചുകൊണ്ട് ഒരു രീതിയിൽ അമേരിക്കയ്ക്ക് വഴങ്ങി കൊടുക്കാൻ തയ്യാറില്ല. ഇറാന് അറിയാം ഇറാനുമായിട്ട് അമേരിക്കക്ക് നേരിട്ട് യുദ്ധം ഉണ്ടാകുന്ന വൈതരണികൾ. ഇപ്പോൾ നിലവിൽ അവർക്ക് സാധ്യതകൾ ധാരാളമുണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്തതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരുപാട് വൈതരണികളുമുണ്ട്. ഇപ്പോൾ പണം ചെലവഴിക്കാതെ ഇറാനെ വഴിക്ക് കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും? അമേരിക്കയുടെ വഴിയിലേക്ക് ഇറാൻ വരികയാണെന്ന് വിചാരിക്കുക, സമാധാന കരാർ ഉണ്ടായി. അടുത്ത നേട്ടം എന്താണെന്ന് സാറിന് അറിയാവോ? ഇല്ല. ഇറാനെ ആയുധപരമായിട്ട് നിരായുധീകരിക്കാൻ, അതായത് ആണവ നിരായുധീകരിക്കാനുള്ള അന്താരാഷ്ട്ര ആണവോർജ്ജ കമ്മീഷൻ്റെ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ഏർപ്പെടുത്തും. അതിനുശേഷം കരാറിൽ എത്തുന്നു അമേരിക്കയും ഇറാനും തമ്മിൽ. ആ കരാറിലെത്തി അമേരിക്ക ഇറാനുമായിട്ട് ആയുധ കരാറിലേക്കും എത്തും. അതായത് ആയുധ സഹായം, ഞങ്ങളുടെ ആയുധം വാങ്ങിക്കണം, അതോടൊപ്പം തന്നെ നിങ്ങളുടെ രാജ്യത്ത് അമേരിക്കൻ എണ്ണ കമ്പനികൾക്ക് നിക്ഷേപത്തിനുള്ള അവസരം കൊടുക്കണം, അമേരിക്കൻ നിക്ഷേപം സ്വീകരിക്കണം തുടങ്ങി ധാരാളം നിബന്ധനകൾ വെച്ചുകൊണ്ട് ഇറാൻ അത്യാവശ്യം ജനസംഖ്യയുള്ളൊരു രാഷ്ട്രമാണ്. അമേരിക്ക എന്താണോ പാകിസ്ഥാനിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണോ ഇന്ത്യയിലേക്ക് ഒരു കരാർ ഉണ്ടാക്കുന്നത് എന്ന രീതിയിൽ ഒരു കരാർ ഉണ്ടാക്കാനാണ് അവരുടെ നീക്കം. പക്ഷേ അതിന് മുൻപുള്ള ഭീഷണികളൊന്നും നടന്നിട്ടില്ല. സായുധമായിട്ട് നിങ്ങളെ കീഴടക്കുമെന്നുള്ള ഭീഷണികളൊന്നും നടന്നിട്ടില്ല. അത് നടക്കുകയില്ല. ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ദോഷം ചെയ്യും. ഒന്ന്, അമേരിക്കയോടൊപ്പം ഇപ്പോൾ അവരുടെ സഖ്യശക്തികൾ പലരും പഴയ അവസ്ഥയിലല്ല നിൽക്കുന്നത്. യൂറോപ്യൻ യൂണിയനുള്ള രാജ്യങ്ങൾ ഈ ഗ്രീൻലാൻഡിൻ്റെ വിഷയത്തിൽ അമേരിക്കയുമായിട്ട് എതിർത്താണ് നിൽക്കുന്നത്. ഇസ്രയേൽ പോലും യഥാർത്ഥത്തിൽ ഇറാനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കണമെന്നല്ല ആഗ്രഹിക്കുന്നത്. ഇറാൻ ഭീകരവാദികൾക്ക് കൊടുക്കുന്ന ധനസഹായം ഇല്ലാതാക്കുന്ന ആ ഒരു കണ്ടീഷൻ ഉണ്ടായാൽ ഇസ്രയേൽ സേഫാണ്. പിന്നെ അവരുടെ ഒരു തലവേദനയാണ് ഇറാൻ ആണവശക്തിയാകുന്നത്. പക്ഷെ അത് തടയാൻ അമേരിക്ക ഭംഗിയായിട്ട് ഇസ്രായേലിന് അല്ല. എനിക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ. ഇതിനു വേണ്ടിയല്ലേ രണ്ട് ചങ്ങാതിമാരും കൂടി ഒരുമിച്ച് വന്ന് ബങ്കർ ബസ്റ്റർ ബോംബ് ഇട്ട് ഇറാൻ്റെ എല്ലാ ആണവശേഷിയും ഞങ്ങൾ തകർത്തു, അവരെ ഷണ്ടരാക്കി എന്നൊക്കെ പറഞ്ഞത്? അപ്പോൾ അങ്ങനല്ലേ സംഭവം? ഇറാൻ്റെ ആണവശേഷി അവർക്ക് തകർക്കാൻ പറ്റും, ആ സാങ്കേതികവിദ്യയെ തകർക്കാൻ പറ്റും. സാങ്കേതികവിദ്യ ആണവ കേന്ദ്രത്തിലല്ലല്ലോ സൂക്ഷിക്കുന്നത്. അവർക്ക് അതിനുള്ള ശേഷിയുള്ള ഒരു ശാസ്ത്രജ്ഞനെ അവർ കൊന്നത് നമുക്കറിയാമല്ലോ. അത് ഇറാനും ഇസ്രായേലും അമേരിക്കയും കൂടെ തമ്മിലുള്ള ഒരു ഗൂഢാലോചനയിലാണ് സ്റ്റിംഗർ ഓപ്പറേഷനിലൂടെ നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അമേരിക്ക വിചാരിച്ചാൽ ആണവ കേന്ദ്രം
തകർക്കാനേ പറ്റുകയുള്ളൂ. അതിന്റെ സാങ്കേതിക വിദ്യയെ ഇല്ലാതാക്കാൻ പറ്റുകയില്ല. അത് ഇസ്രായേലിന്റെ കയ്യിലുണ്ട് ഇപ്പോഴും സുരക്ഷിതമായിട്ട്. ആരും അവിടെ കൊണ്ട് മേശയും താക്കോലും പണം വെച്ച മേശയുടെ താക്കോലും അതിന്റെ മുകളിൽ ആരും ഇടുകയില്ലെന്ന് പറഞ്ഞ പോലെ അത് വേറെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന കൊച്ചു ക്ലാസ്സുകൾ, ചെറിയ ക്ലാസ്സിൽ കൊച്ചു കുട്ടികൾ 1ലും 2ലും പഠിക്കുന്ന പിള്ളേർ, അതിൽ ശക്തനായവൻ പാവപ്പെട്ടവൻ ദുർബലനായവൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് എടാ ആ പെൻസിൽ എനിക്ക് വേണം, എടാ നാളെ തൊട്ട് എനിക്ക് ഓരോ പെൻസിൽ കൊണ്ടു തരണം. പാവപ്പെട്ട പയ്യൻ ഇത് പേടിച്ച് ഇത് ദിവസവും കൊണ്ട് കൊടുക്കും. അതുപോലെ എല്ലാ രാജ്യങ്ങളും അമേരിക്ക പറയുന്നത് പോലെ കേൾക്കണം എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നത്. പണ്ടത്തെ ഒരു കൊളോണിയലിസത്തിൻ്റെ പുതിയൊരു ഭാവത്തിലുള്ള ഒരു തരം ഇമ്പീരിയലിസം, പ്രൊട്ടക്ഷനിസം, ഇത് രണ്ടുമാണ് അമേരിക്ക നടക്കാക്കുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ പ്രൊട്ടക്ഷനിസത്തിലായിരുന്നു ഗൾഫ് രാജ്യങ്ങൾ, ഇപ്പോൾ അവർ പുറത്തു വന്നിരിക്കുന്നു. അമേരിക്ക മനസ്സിലായി, ഞങ്ങളിവിടെ യുദ്ധം നടത്തി ഇറാനെ തകർക്കുമെന്ന് പറഞ്ഞപ്പോൾ ഗൾഫ് അവിടുത്തെ ഭരണാധികാരികൾ ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മണ്ണ് ഇതിന് ഉപയോഗിക്കാൻ ഞങ്ങൾ സമ്മതിക്കും. ഞങ്ങളുടെ ശത്രുക്കളാണ് ഇറാൻ, ശരി സമ്മതിച്ചു, ഞങ്ങളുടെ മണ്ണ് ഉപയോഗിക്കാൻ സമ്മതിക്കുകയില്ല. ഇറാൻ എന്ത് പറഞ്ഞു, ഞങ്ങൾ യുദ്ധമുണ്ടാക്കുകയാണെങ്കിൽ ഈ മേഖലയെ മുഴുവൻ ബാധിക്കും, ഗൾഫ് മേഖലയെ മുഴുവൻ ബാധിക്കും. കാരണം അവിടെ എല്ലാം അവരുടെ മിലിറ്ററി സ്റ്റേഷനുകളുണ്ട്, അങ്ങോട്ടായിരിക്കും എല്ലാവർക്കും ഒരു മെസ്സേജ് കൊടുത്തു. അതുകൊണ്ട് നിങ്ങളത് പിടിച്ചു നിർത്തിക്കൂ. അങ്ങനെ പിടിച്ചു നിർത്തി. അങ്ങനെയും കൂടെ ഒരു അതുകൊണ്ട് സാറ് പറഞ്ഞ എക്സാക്ട്ലി ശരിയായ കാര്യമാണ്. അതായത് ഗൾഫ് മേഖലയിലൊരു യുദ്ധം ഇല്ല, ഗൾഫാണല്ലോ എത്രയോ വർഷങ്ങളായിട്ട് യുദ്ധത്തിന്റെ കേന്ദ്രം. ഒരെണ്ണം അവസാനിക്കും, മറ്റൊന്ന രീതിയിൽ അവിടെയാണ്. ഇത് ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്വൈര ജീവിതത്തെയും വികസനത്തെയും ബാധിക്കുന്നുണ്ട്. പിന്നെ തന്നെയുമല്ല, അവരുടെ പ്രധാന വ്യവസായം എന്നത് ടൂറിസവും എണ്ണയുമാണ്. പല രാജ്യങ്ങളുടെയും വ്യവസായം എന്ന് പറയുന്നത് ട്രേഡിങ് കുറേയുണ്ട്. അപ്പോൾ ഈ എണ്ണ വ്യവസായത്തിനെ അത് ദോഷകരമായിട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ പല രാജ്യങ്ങളിലും ഇപ്പോൾ ഉണ്ട്. അമേരിക്കയുടെ മറ്റൊരു തന്ത്രമുണ്ട്. അതായത് ഇവിടെ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ കസ്റ്റഡിയിലുള്ള ലോകത്തെ ഏറ്റവും മികച്ച എണ്ണ സമ്പത്തുള്ള വെനസ്വേലയുടെ എണ്ണ പൊതുമാർക്കറ്റിൽ എത്തിച്ച് കച്ചവടം ചെയ്യുക. നഷ്ടമാർക്കാണ്. അമേരിക്കക്ക് കുഴപ്പമൊന്നുമില്ല, അമേരിക്ക എണ്ണ ലോകത്തെ എല്ലായിടത്തും എത്തും. പക്ഷേ ഗൾഫ് മേഖലയിൽ അത് സംഘർഷഭരിതമായതുകൊണ്ട് അവരുടെ കച്ചവടം നടക്കുകയില്ല. പിന്നെ മറ്റൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമേരിക്കയെക്കുറിച്ച് അമേരിക്കയുടെ ഈ പറയുന്ന തണലിൽ ജീവിക്കുന്ന, സൈനിക തണലിൽ ജീവിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരു കാര്യം അറിയാം. പ്രത്യേകിച്ച് ഈ യൂറോപ്പുമായിട്ട് അവർ തെറ്റിയപ്പോൾ പ്രത്യേകിച്ച് അറിയാവുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വേണ്ടി എപ്പോൾ വേണമെങ്കിലും ഞങ്ങളോട് ഇത് തന്നെ ചെയ്യാം. ഖത്തറിലല്ലേ കഴിഞ്ഞിടക്ക് ഒരു ബോംബ് കൊണ്ടുപോയി ഇട്ടത്, ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് അമേരിക്ക പറഞ്ഞു, ദോഹയിൽ. അപ്പൊ ഇതേപോലുള്ള കെണികൾ ഞങ്ങൾക്കും ഉണ്ടാവും അറിയാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ, മറ്റു രാജ്യങ്ങൾ ഈ അമേരിക്കയുമായിട്ട് തെറ്റാൻ ഒരു സാധ്യതയുണ്ടായാൽ അവർ മറ്റ് സഖ്യങ്ങളിലേക്ക് പോകും. റഷ്യയോടോ ചൈനയോടോ ഇന്ത്യയോടോ അവർ കൂടാൻ സാധ്യതയുണ്ട്. അമേരിക്കയിൽ കുറഞ്ഞ നിലയിലുള്ള വില ഉള്ള ആയുധങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അത് വിലക്കുറവുള്ള ആയുധങ്ങൾ, നല്ല സാങ്കേതിക മികവുള്ള ആയുധങ്ങൾ ഈ രാജ്യങ്ങളുടെ കയ്യിലുണ്ട്. ചൈന എങ്ങനെയാണെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല, പക്ഷേ ഇന്ത്യയിലും റഷ്യയിലും അതുണ്ട്. അതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടെ സംഭവിച്ചു. അജിത് ഡോവലിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള അദ്ദേഹം ഇറാനും സന്ദർശിച്ചിരുന്നു. എന്ത് ഡീലാണെന്നുള്ളത് അതീവ രഹസ്യമാണ്. പക്ഷേ അദ്ദേഹം അവിടെ പോയിട്ട് ഇറാൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവിനെ സന്ദർശിച്ചിരുന്നു. അതുപോലെ തന്നെ ഇറാൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവ് റഷ്യയിലും പോയിരുന്നു. അപ്പോൾ ഇത് യുദ്ധം ഇറാനിൽ മാത്രം ഒതുങ്ങുകയില്ല എന്ന് വ്യക്തമായിട്ടുള്ള ഒരു ചിത്രമാണ് നമുക്കിപ്പോൾ ഈ ചുറ്റുപാടുമുള്ള അവലോകനത്തിൽ നിന്ന് കിട്ടുന്നത്, അല്ലേ? അതെ അതെ. അതുകൊണ്ട് തന്നെയാണ് ചർച്ച നടത്തി ഒമാനിൽ, ഇന്നാണല്ലോ ഒമാനിൽ വെച്ച് ചർച്ച നടത്തി ഇത് അവസാനിപ്പിച്ച് തല ഊരാനായിട്ട് അമേരിക്ക നോക്കുന്നത്. പക്ഷെ വെറുതെ ഊരാൻ പറ്റുകയില്ല. ഇസ്രായേലിന്റെ സുരക്ഷിതത്വം, അമേരിക്കയ്ക്കുള്ള ഭീഷണി, അമേരിക്കയുടെ ഉപരോധം അവസാനിപ്പിച്ച് അമേരിക്കയ്ക്ക് അവിടെ സാധ്യതകൾ ഉണ്ടാക്കുക, ഇതാണ് ഈ ചർച്ച കൊണ്ട് പ്രധാനമായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. അത് വിജയിച്ചാൽ ലോക സമാധാനത്തിന് ഒരു സമാധാനത്തിന്റെ നോബൽ അദ്ദേഹത്തിന് വാങ്ങിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ കള്ളനെന്നും കൊള്ളക്കാരനെന്നും ഉള്ള ഒരു അവാർഡ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അർഹിക്കുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.